ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ കൊച്ചിയിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊച്ചിയിലൂടെ കാണാൻ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ അവരെന്തെങ്കിലും ജോലിയുടെ കാര്യമായിട്ട് രാവിലെ വരുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് വരുന്നതാവാം. പക്ഷേ ചില സമയത്ത് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കേണ്ട വരുന്നുണ്ട്. ആ സമയത്ത് എന്തൊക്കെ കാണാനുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാറുണ്ട്, നീ മറൈൻ ഡ്രൈവിൽ പോകും, പിന്നെ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകും, അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അതൊരു പൂർണ്ണമല്ല. അപ്പം കൊച്ചിയിലെത്തുന്ന ആൾക്കാർക്ക് ഒരു ദിവസം ഒറ്റ ഡേ കൊണ്ട് അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഒരിക്കലും ഒരു പൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നിയ, എൻ്റെ ഐഡിയയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളതും കൂടെ റെഫർ ചെയ്യുക, ഒപ്പം നിങ്ങൾ തന്നെ ഒരു ഐഡിയയും കൂടെ കണ്ടെത്തുക. എന്നതിന് ശേഷം മാത്രം പോവുക. ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ദിവസം കൊച്ചിയിൽ ഏറ്റവും ചിലവ് ചുരുക്കി നിന്നിട്ട് 2 ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളും അതിൽ കൂടുതൽ സ്ഥലങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളും പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ദിവസമൊക്കെ നിന്നിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. അത് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ വന്നത്, ഒരു ദിവസം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ പറയുവാണേ, നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മുടെ ഒരു യാത്ര ആരംഭിക്കാം. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങളെ തീരുമാനിക്കുക. ചിലപ്പം ബസ്സിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കാറിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബൈക്കിനായിരിക്കാം. എങ്ങനെയായാലും നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ ഇവിടെ ചുറ്റി കറങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ബോട്ടൊക്കെ ഉപയോഗിച്ച്, മെട്രോയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും വാഹനം കൊണ്ട് ഓടുന്നതിനെ ഞാൻ ആ കാര്യം പറയുന്നില്ല. കാര്യം നമുക്കറിയാം, കൊച്ചിയിലൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനം കൊണ്ട് പല സ്ഥലങ്ങളിൽ ഓടി എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് നമുക്ക് കുറേയേറെ സമയങ്ങൾ പോകുന്നു. അതുകൊണ്ട് ശരിക്കും നമ്മൾ വാഹനം ഒഴിവാക്കിയിട്ട് എങ്ങനെ കാണാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മറൈൻ ഡ്രൈവിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ നമുക്ക് നമ്മൾ വരുന്ന കാറാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും നമ്മളവിടെ പാർക്ക് ചെയ്യുന്നു. അവിടേക്ക് ഒരുപാട് പാർക്കിംഗ് സ്പേസുകളുണ്ട്, പേ പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് രാവിലെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അത്യാവശ്യം മറൈൻ ഡ്രൈവ് നമ്മളൊന്ന് കറങ്ങി കണ്ടു. അതിനുശേഷം നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തുക. ഹൈക്കോർട്ടിൻ്റെ അവിടെ തന്നെ, മറൈൻ ഡ്രൈവിൻ്റെ അവിടെ തന്നെ ഹൈക്കോർട്ടിൽ നിന്ന് നമുക്ക് വാട്ടർ മെട്രോ ലഭിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് നമ്മുടെ കൊച്ചിയിലേത്. ആ വാട്ടർ മെട്രോയിൽ നമ്മൾ ആദ്യം പോകുന്നത് വൈപ്പിനിലേക്കാണ്, ഫോർട്ട് വൈപ്പിനിലേക്കാണ്. അപ്പോൾ ഈ വാട്ടർ മെട്രോ ശരിക്കും ഫോർട്ട് കൊച്ചിയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ പോകുന്നത് ഫോർട്ട് വൈപ്പിനിലേക്കാണ്. അപ്പോൾ വൈപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണ്ടവർക്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലൈനിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയെല്ലാം അവിടെ ഇട്ടു, നമ്മുടെ മെട്രോയിൽ നമ്മൾ വൈപ്പിനിലേക്ക് പോവാണ്. അതാണ് എനിക്ക് തോന്നുന്നു 20 രൂപ 30 രൂപ ആണെന്ന് തോന്നുന്നുണ്ട് ചാർജ്, ഞാൻ ഓർക്കുന്നില്ല. ഇല്ലാത്തവർക്ക്, അതായത് വാഹനങ്ങൾ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ പോകണമെങ്കിൽ ഒന്നിൽ തോപ്പുംപടി വഴി പോവാം, ഇല്ലെങ്കിൽ നമുക്ക് വൈപ്പിനിൽ ചെന്നിട്ട് അവിടെ നിന്ന് റോറോ സർവീസ് വഴിയും പോകാം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വാഹനം നമ്മൾ ഒഴിവാക്കുകയാണ് ഇവിടെ ഫുള്ള്. നമ്മൾ വാഹനം ഒന്നും ഉപയോഗിക്കുന്നില്ല, വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുവാണ്. ബൈക്കാണെങ്കിലും നമ്മുടെ കാറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നേരെ നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറി നമ്മൾ നേരെ ഫോർട്ട് വൈപ്പിനിലേക്ക് പോവാണ്. വാട്ടർ മെട്രോയിൽ കയറി വാട്ടർ മെട്രോയിൽ നിന്ന് കൊച്ചിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ മറൈൻ ഡ്രൈവിനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ നേരെ ഫോർട്ട് വൈപ്പിനിലെത്തി. ഫോർട്ട് വൈപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫോർട്ട് വൈപ്പിൻ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റോറോ സർവീസ് ഉണ്ട്. അതിനെനിക്ക് തോന്നുന്നു 5-6 രൂപ എങ്ങാണ്ടേ ഉള്ളൂ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാഹനങ്ങളിൽ പോകുന്നവരാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് മെട്രോയിൽ പോക്ക് നടക്കത്തില്ല, അതെ വാട്ടർ മെട്രോയിൽ പോകുന്നത് നടക്കത്തില്ല. വാഹനം നമ്മൾ ഓടിച്ച് ഫോർട്ട് വൈപ്പിനിൽ ചെല്ലണം. അവിടുന്ന് ജങ്കാർ വഴി വാഹനം കയറ്റി അപ്പുറത്തേക്ക് പോകണം. അപ്പം അങ്ങനെ വാഹനത്തിൽ പോകുന്നവർക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫോർട്ട് വൈപ്പിനിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസായ വൈപ്പിൻ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. അത് വാഹനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും. അപ്പോൾ അതെന്തായാലും വാഹനം ഉള്ളവർക്ക് വേണമെങ്കിൽ പോയിട്ട് വരാം. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വാഹനത്തിലല്ലാതെ പോകുന്നവർക്കാണ്. അപ്പോൾ നമ്മൾ ആ കാര്യം മാറ്റി വെക്കാം. നമ്മൾ മെട്രോയിൽ, മറൈൻ ഡ്രൈവിൽ നിന്ന് മെട്രോയിൽ ഫോർട്ട് വൈപ്പിനിലെത്തി. വൈപ്പിനിലെ കാഴ്ചകളൊക്കെ കണ്ടു, ചീനവലകളൊക്കെ കണ്ടു. അവിടെ നിന്ന് നമ്മുടെ റോറോ സർവീസ് വഴി, അതായത് ഓരോ 30 മിനിറ്റ് ഇടവിട്ടും റോറോ സർവീസ് ഉണ്ട്. അതിൽ കയറി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങും. ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി വാസ്കോ ഡ ഗാമ സ്ക്വയർ, അതുപോലെ തന്നെ ബീച്ച് ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും അങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അവിടെ. വിദേശികളൊക്കെ വന്നിരിക്കും, ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഫോർട്ട് കൊച്ചി ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു ബാസ്റ്റൻ ബംഗ്ലാവ് ഉള്ളത്. ആ ബംഗ്ലാവ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറയാൻ പേര് വരാൻ കാരണമായ ആ ഒരു കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ നമ്മൾ കാണണം. നമുക്കറിയാം,
ഒരുപാട് വിദേശികൾ പണ്ട് തൊട്ടേ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി ഭാഗങ്ങൾ. ബ്രിട്ടീഷുകാരാണെങ്കിലും പോർച്ചുഗീസുകാരാണെങ്കിലും ഡച്ചുകാരാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഒക്കെ പൂണ്ട് വിളയാടിയ സ്ഥലമാണ് നമ്മുടെ കൊച്ചി. അവിടെ പോയി നമ്മൾ ഈ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നു. അവിടെ തന്നെയാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്, അതും കാണുന്നു. ഇത് രണ്ടും കണ്ടതിന് ശേഷം നമുക്ക് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, അതായത് നേവൽ മാരിടൈം മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നേവി ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ കാണാൻ സാധിക്കും, വിമാനങ്ങൾ കാണാൻ സാധിക്കും, ഹെലികോപ്റ്ററുകൾ കാണാൻ സാധിക്കും, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് പുതിയ അറിവാണ്. അപ്പോൾ ഈ പറയുന്ന ഫോർട്ട് കൊച്ചി വരുന്ന പല ആൾക്കാരും മിക്കപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന നേവൽ മാരിടൈം മ്യൂസിയം. അപ്പം നമ്മൾ നേവൽ മാരിടൈം മ്യൂസിയം കാണുന്നു. അതിൻ്റെ അകത്ത് കുറേയേറെ കാഴ്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെടിക്കോപ്പുകൾ, അതുപോലെ തന്നെ മൈന്, പിന്നെ വിമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അടുത്ത് നിന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 50 രൂപയുള്ള ചാർജ് എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നേരത്തെ പോയപ്പോഴുള്ള ചാർജാണ് പറയുന്നത്. ഇപ്പോൾ ഈ ചാർജുകളൊക്കെ വ്യത്യാസം വരും. അപ്പം ഞാൻ ഈ പറഞ്ഞ മെട്രോയുടെ ചാർജ് ആണെങ്കിലും ഈ പറഞ്ഞ ടിക്കറ്റ് ചാർജ് ആണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒന്ന് ഗൂഗിളിലെല്ലാം തിരഞ്ഞു നോക്കുക. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ മാസമോ അടുത്ത മാസമോ, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടോ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഒക്കെ ആവും. അപ്പോൾ റേറ്റുകളൊക്കെ ഭയങ്കര വ്യത്യാസം വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മാരിടൈം മ്യൂസിയം കണ്ടു. മാരിടൈം മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് സാന്താക്രൂസ് ബസിലിക്കയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് പള്ളികളുണ്ട്. സാന്താക്രൂസ് ബസിലിക്ക വളരെ പഴക്കമുള്ള, വളരെയേറെ ഭംഗിയുള്ള ഒരു ബസിലിക്കയാണ്. അപ്പം നടന്ന് കാണാവുന്നതേ ഉള്ളൂ. സാന്താക്രൂസ് ബസിലിക്ക കാണുന്നു. അവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്തായിട്ട് ഉള്ള ഒരു, അപ്പം നമ്മൾ അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നടക്കാവുന്ന ദൂരങ്ങളൊക്കെ ഉള്ളൂ. നടക്കാവുന്ന ഒരാൾക്ക് നടക്കാവുന്ന ദൂരങ്ങളേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് മാപ്പിൽ നോക്കിയിട്ട് ദൂരെ കൂടുതലാണെങ്കിൽ 2-3 കിലോമീറ്ററൊക്കെ ഗ്യാപ്പാണ്, 2 കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ആ ഗ്യാപ്പിൽ ഓട്ടോ പിടിച്ചിട്ട് നിങ്ങൾ നേരെ എത്തേണ്ടത് സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചാണ്. നടക്കാവുന്നവർക്കാണെങ്കിൽ സുഖമായിട്ട് നടക്കാവുന്നതേ ഉള്ളൂ ഈ ദൂരങ്ങളൊക്കെ. അല്ലാത്തവരാണെങ്കിൽ ഓട്ടോ വിളിക്കുക. കുറച്ച് ദൂരങ്ങളൊക്കെ ഉള്ളൂ ഈ സ്ഥലങ്ങൾ തമ്മിൽ. അപ്പം നമ്മൾ സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിലെത്തി. ഈ ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സന്തോഷ് ജോർജ് കുളങ്ങര എടുത്ത് പല ആൾക്കാരും ചോദിക്കും, നിങ്ങളെന്തൊരു ഭാഗ്യമാണ്, മഹാന്മാരായ പല ആൾക്കാരുടെയും ശവകുടീരങ്ങളും ജന്മസ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകും. നമ്മുടെ ഏറ്റവും വലിയൊരു സഞ്ചാരിയായിരുന്ന വാസ്കോ ഡ ഗാമയെ ആദ്യമായിട്ട് അടക്കം ചെയ്തത് നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്. എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാസ്കോ ഡ ഗാമയെ ആദ്യമായിട്ട് അടക്കം ചെയ്തത് നമ്മുടെ കൊച്ചിയിലാണ്. ലോക പ്രശസ്തനായ വലിയൊരു സഞ്ചാരിയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അദ്ദേഹത്തെ എന്താണ് പറയുന്നത്, അധിനിവേശത്തിൻ്റെ ആളായിട്ടും ക്രൂരായും ഒരു ആളായിട്ടാണ് കാണുന്നതെങ്കിൽ, പക്ഷേ ലോകത്തിന് മുന്നിൽ അദ്ദേഹം വലിയ സാഹസികനായ ഒരു സഞ്ചാരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് അടക്കം ചെയ്ത പള്ളി നമ്മുടെ ഈ പറയുന്ന സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചാണ്. ആ പള്ളിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇന്നും അദ്ദേഹത്തെ സംസ്കാരം ചെയ്ത് അല്ലെങ്കിൽ അടക്കിയ ആ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ എല്ലൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ രക്തവും മാംസവും ഒക്കെ അലിഞ്ഞു ചേർന്നത് നമ്മുടെ മണ്ണിലാണ്. ആ ഭാഗം ഇപ്പോഴും ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ ഉള്ളിൽ തന്നെ കാണുവാൻ സാധിക്കും. അപ്പം നമ്മൾ അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത് കണ്ടതിന് ശേഷം അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിട്ട് ജൈന ക്ഷേത്രമുണ്ട്, പിന്നെ കൊച്ചിൻ തിരുമല ദേവസ്വമുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഏതാണ്ട് കുറച്ച് ദൂരം 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ മാപ്പിൽ നോക്കിയിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ട് മാപ്പിൽ നോക്കിയിട്ട് ഈ പറയുന്ന സ്ഥലത്തു നിന്ന് മാപ്പിൽ നോക്കിയിട്ട് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകുന്നവരാണെങ്കിൽ സുഖമായിട്ട് നടക്കാവുന്നതേ ഉള്ളൂ, നടന്നു പോയി കാണാം. അപ്പോൾ ജൈനക്ഷേത്രവും ഈ പറയുന്ന തിരുമല ക്ഷേത്രവും കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതും കാണാം. അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെമ്പിട്ട പള്ളിയുണ്ട്. വളരെ പ്രശസ്തമായ ചെമ്പുകൊണ്ട് അതിൻ്റെ മേൽക്കൂരയുള്ളൊരു പള്ളിയാണ് ചെമ്പിട്ട പള്ളി. ആ പള്ളി ഒക്കെ വേണമെങ്കിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് കാണാനുണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയതാണ്, ഈ പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതൊക്കെ നിങ്ങളുടെ സമയം പോലെ. എങ്ങനെയായാലും ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആവണം എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. അപ്പം നമ്മൾ ജൈനക്ഷേത്രമൊക്കെ കാണുന്നവർക്ക് കാണാം. പിന്നെ നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരി, നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലേക്കാണ്. അപ്പോൾ ഈ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കൂനൻകുരിശ് സത്യവൊക്കെ നടന്നത് ഈ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ പള്ളിയുമായിട്ടും ബന്ധപ്പെടുത്തി ഇത് പറയുന്നുണ്ട്. എനിക്ക് തോന്നിയത്, ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ തോന്നിയത് അവിടെയാണ് കൂടുതൽ ഇതിൻ്റെ കാര്യം ഗ്രോട്ടകളും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂനൻകുരിശ് സത്യം എന്താണെന്ന് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ച് നോക്കിയാൽ അറിയാം. വൈദേശികമായ ചില എന്താണ് പറയുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ച് അവരുടെ പ്രാർത്ഥനാ രീതി പിന്തുടരണം എന്ന് അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ സംഘടിച്ചിട്ട്
ഒരു കുരിശിനെ തൊട്ട് സത്യം ചെയ്തതാണ് കൂനൻകുരിശ് സത്യം എന്ന് പറയുന്നത്. അത് ഒത്തിരി ആൾക്കാർക്ക് ആ കുരിശിൽ ഇങ്ങനെ തൊടാൻ പറ്റാത്തതുകൊണ്ട് ഒരു കയറ് കെട്ടിയാണ് അവർ വലിച്ചു പിടിച്ചിട്ടാണ് ഇതിൽ സത്യം ചെയ്തത്. ആ സമയത്ത് കുരിശ് വലിഞ്ഞെന്നും അതായത് ഇങ്ങനെ മടങ്ങിയെന്നും അങ്ങനെ കൂനൻകുരിശ് സത്യം എന്ന് കൂനൻകുരിശ് എന്ന് പേര് വന്നെന്നും ആണ് പറയപ്പെടുന്നത്. അത് കുറേ ഡീറ്റെയിൽസ് പറയാനുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് പിടി കിട്ടും. നമ്മളിപ്പോൾ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുവാണ്. ആ ചർച്ചും അതിൻ്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്താണ് പ്രാന്തൻ കുരിച്ചൻ്റെ നടയുള്ളത്. ബിഗ് ബോസ് സിനിമ കണ്ടവർക്കറിയാം, മമ്മൂട്ടി പറയുന്ന ഡയലോഗുണ്ട്, പ്രാന്തൻ കുരിച്ചൻ വിചാരിച്ചാൽ പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ പ്രാന്തൻ കുരിച്ചൻ്റെ നടയുണ്ട്. അത് എനിക്ക് തോന്നുന്നു പോർച്ചുഗീസിലെ വഴിയരികിലെ കുരിശ് എന്ന് പറയുന്ന പ്രാന്താക്രോച്ച് എന്ന വാക്കിൽ നിന്ന് ഉണ്ടായ പേരാണ് പ്രാന്തൻ കുരിശൻ എന്നുള്ളത്. കളവ് പോയ മുതലൊക്കെ കിട്ടേണ്ടവർക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിന് പ്രാന്താക്രോച്ച് എന്നുള്ളത് പറഞ്ഞ് പ്രാന്തൻ കുരിശൻ ആയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതിനൊക്കെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. എങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പ്രാന്തൻ കുരിശിൻ്റെ നട നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യല്ലാത്ത ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി ചെന്ന് കഴിഞ്ഞാൽ. മട്ടാഞ്ചേരി ജൂയിഷ് ടൗൺ. നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പറയുന്ന ജൂതന്മാരെ ആട്ടി ഓടിച്ചപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അവർക്ക് അഭയം നൽകി. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ ജൂയിഷ് ടൗൺ നിങ്ങൾ കാണുക, തീർച്ചയായിട്ടും കാണാൻ ഒരു കാഴ്ചയാണ്. മനോഹരമായ സ്ഥലങ്ങളാണ്, അതായത് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. പൗരാണികമായിട്ടുള്ള അവരവരുടെ വീടുകളൊക്കെ തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് ജൂയിഷ് സിനഗോഗ് ഉള്ളത്, അവരുടെ പള്ളിയുള്ളത്. ആ പള്ളിയും കയറി കാണുക, അതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ കുറേയേറെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് സാറ എന്ന് പറയുന്ന ജൂത സ്ത്രീയുടെ ജൂത മുത്തശ്ശിയുടെ ഒരു വീടുണ്ട്. സാറാസ് ഹാൻഡിക്രാഫ്റ്റ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അവിടെ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. പല ആൾക്കാരും കൊച്ചിയിൽ നിന്ന് തിരികെ അവരുടെ ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ പോയ സമയത്തും ഇവർ കൊച്ചിയിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നുള്ളൂ എന്ന് തീരുമാനമെടുത്ത സ്ത്രീയായിരുന്നു സാറ. അവസാനം അവർ സാറാ മുത്തശ്ശിയെ അവർക്ക് തന്നെ പറയാൻ തന്നെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. സാറാ മുത്തശ്ശിയെ പിന്നീട് നോക്കുന്നത് ഒരു മുസൽമാനാണ്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലും പാലസ്തീനും ഒക്കെ അടി ഉണ്ടാകുന്ന സമയത്ത് ആ ജൂത മുത്തശ്ശിയെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത് ഒരു മുസൽമാനാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതെല്ലാം അവർ മരിച്ചുപോയി. ഇപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ആ ഹാൻഡിക്രാഫ്റ്റ് സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. അവർ ഇസ്രയേലിലേക്ക് തിരിച്ചു മടങ്ങാതെ നമ്മുടെ ഇന്ത്യയെ സ്നേഹിച്ച് ഇവിടെ തന്നെ കഴിയുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ജൂയിഷ് ടൗണും ഈ പറയുന്ന സാൻഡാസ് ഹാൻഡിക്രാഫ്റ്റ് അവരുടെ കടയൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ജൂയിഷ് സെമിത്തേരി ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ആദ്യം ഡച്ച് സെമിത്തേരി പറഞ്ഞു, അതുപോലെ തന്നെ ജൂയിഷ് സെമിത്തേരി ഉണ്ട്. ഇതൊക്കെ ഏറ്റവും പഴക്കമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഡച്ച് സെമിത്തേരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ യൂറോപ്യന്മാരുടെ ഏറ്റവും പഴക്കമുള്ള ഒരു സെമിത്തേരിയാണ്. അങ്ങനെ കുറേയേറെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബോൾഗാട്ടി പാലസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇനി ഇതിനകത്ത് കാണാനുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഓടി എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് പോയിന്റുകൾ പറഞ്ഞത്. നമ്മളിതെല്ലാം കണ്ടിട്ട് 4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആയി നമ്മൾ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് തിരിച്ച് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ ബോട്ടുകൾ ഇഷ്ടംപോലെ ലഭിക്കും. ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടിൽ കയറുന്നു, നമ്മൾ നേരെ നമ്മുടെ മറൈൻ ഡ്രൈവിലെത്തുന്നു. അപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് 4:30 എങ്കിലും ഫ്രീ ആവണമെന്ന്. 5:30 നമുക്ക് യാത്ര പോവേണ്ട നമ്മുടെ ക്രൂയിസ് ബോട്ട് ഉള്ളത്. അതായത് സാഗര റാണി എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് പോകുന്നത്. അപ്പം സാഗര റാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അവിടെ വന്നിട്ടും ടിക്കറ്റ് കിട്ടും. എങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. അതിൻ്റെ ടിക്കറ്റ് ചാർജ് ഒക്കെ നമുക്ക് അതിൽ നോക്കി 600 രൂപയാണ് മുതിർന്നവർക്ക്, കുട്ടികൾക്ക് 300 രൂപ ആയിരുന്നു. നിങ്ങൾ എന്തായാലും അവർ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാഗര റാണിയുടെ റേറ്റ് കാണിക്കും. വൈകിട്ട് 5:30 മുതലാണ്. ഇവർക്ക് പല ഇതുണ്ട് കേട്ടോ, പാക്കേജുകളുണ്ട്. ഏറ്റവും കുറഞ്ഞ പാക്കേജാണ് ഞാൻ പറയുന്നത്. വൈകിട്ട് 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബോട്ട് സവാരി നമ്മുടെ അറബിക്കടൽ വരെ പോകുന്നുണ്ട്. അതായത് അറബിക്കടലിൽ പോകാൻ പെർമിഷനുള്ള ഒരു ക്രൂയിസ് ബോട്ടാണ് നമ്മുടെ ഈ ഒരു സാഗര റാണി. അതിൽ പോയി കൊച്ചി നമ്മൾ ഈ പോയ വഴികളിൽ തന്നെ വീണ്ടും ഒന്നും പോകുന്നു. പക്ഷേ സായാഹ്ന കാച്ചിലും കണ്ട്, അറബിക്കടലിലെ കാച്ചിലും കണ്ട്, കപ്പലുകളും ഒക്കെ കണ്ട് നമുക്ക് 7:30 തിരിച്ചു വരാം. അപ്പോൾ ഈ പോകുന്ന സമയത്ത് തന്നെ ഇതിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്, അതിനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് 7:30 തിരിച്ച് നമ്മൾ മറൈൻ ഡ്രൈവിലെത്തുന്നു. 7:30 തിരിച്ച് മറൈൻ ഡ്രൈവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം എടുക്കുക. നമ്മൾ പോകണമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് പോകേണ്ട ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, 5 മണി തൊട്ട് ഈ ബോട്ടിലേക്ക് ആൾക്കാരെ കയറ്റി തുടങ്ങും. അപ്പം നമുക്കൊരു 5 മണിയാകുമ്പോഴെങ്കിലും നമുക്ക് തിരിച്ച് മറൈൻ ഡ്രൈവിൽ എത്തണം. അതനുസരിച്ച് വേണം നിങ്ങൾ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ കയറാനും കാണാനും. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ഏതെങ്കിലും കടയിൽ കയറി കഴിക്കാം. ഒരുപാട് കടകളുണ്ട്. എങ്ങനെയായാലും ഒരു 5 മണിയോടെ നമ്മൾ എന്തായാലും മറൈൻ ഡ്രൈവ് തിരികെ എത്തിയിരിക്കണം. നമുക്ക് ഈ ബോട്ടിൽ സവാരി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിലേക്ക്
നമ്മൾ സവാരി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തും. ഇല്ലെങ്കിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുക. നമ്മൾ പതുക്കെ ആസ്വദിച്ച് അവിടെ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് നമ്മൾ മറൈൻ ഡ്രൈവ് വരിക. വൈകിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ അടിച്ചു പൊളിക്കാം. ഇല്ലെങ്കിൽ നല്ല നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിനെക്കാട്ടിലും നമ്മുടെ ക്യൂൻസ് വാക്ക് വേ അല്ലെങ്കിൽ ഗോശ്രീ വാക്ക് വേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരമേ ഉള്ളൂ. നൈറ്റ് ഫുഡൊക്കെ അടിച്ച് നൈറ്റ് ഫുൾ ടൈം ആൾക്കാരുള്ള സ്ഥലമാണ്. അതല്ല നിങ്ങൾക്ക് നേരത്തെ പോകേണ്ടതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബോട്ട് സവാരി കഴിഞ്ഞിട്ട് ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരിക്കലും പൂർണ്ണമായിട്ടൊരു വീഡിയോ അല്ല. കൊച്ചി എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഉദാഹരണത്തിന് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആവരുതാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ പാലസ്, ലേക്ക് അടമക്കുടി, അങ്ങനെ കുറേയേറെ സ്ഥലങ്ങളുണ്ട്, ഐലൻഡുകളുണ്ട്. അതൊക്കെ കാണേണ്ടതാണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം ഇത്രയൊക്കെ കണ്ടു തീർക്കാം. അപ്പോൾ അതിന് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒപ്പം തന്നെ ഞാൻ ഒരു ദിവസമൊക്കെ നിന്നിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലവ് ചുരുക്കി കാണുന്ന ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന ഞാൻ പറഞ്ഞത് മാത്രം വെച്ച് പോകണ്ട, ഞാൻ പറഞ്ഞത് മനസ്സിലിരിക്കുക, ഒരു ഐഡിയ ഉണ്ടാക്കുക. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുക. കൂടുതൽ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ട് സവാരിയൊക്കെ വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ കൊച്ചി ഇവ നമ്മുടെ മുട്ടാതെ പറയാറുണ്ട് നമ്മുടെ കൊച്ചി കഥ ചൊല്ലാൻ